അപ്പോൾ നമ്മൾ ട്രെയിൻ ഉണ്ട് കേട്ടോ. ഈ ട്രെയിൻ ഇവിടെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഉണ്ടോ, വലിയ വണ്ടിയാണ്, ഒരു രസം. ഇത് വലിയ വണ്ടിയൊന്നുമില്ല, ചെറിയ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, ഏതെങ്കിലും മച്ചന്മാർ ഈ വഴിക്ക് വരികയാണെങ്കിൽ ആ ഒരു തോടുണ്ട്, പാലത്തിൻ്റെ കുറച്ച് മേലെ തോടുണ്ട്, അതിൽ വെള്ളമാണെങ്കിലും ഇപ്പം ഞാൻ ഈ വന്ന വഴിക്ക് ഇങ്ങനെ വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കയറിയിട്ട് അങ്ങനെ ഇറങ്ങി പോവാം. ഈ റോഡിൽ കുറച്ച് ആ തേക്കടിക്ക് കയറും, പിന്നെ കുറച്ച് വന്നാൽ ഇടതുഭാഗത്തൊരു വഴി കാണും. ഈ വഴിക്കാണ് ഇപ്പം നമ്മൾ പോണത്. അവിടുന്ന് നമ്മൾ വന്നത് ആ റെയിൽവേ ട്രാക്ക്. അപ്പോൾ ഇതിനാണ് ഇപ്പം ഇത് കാണിച്ചിരുന്നത്, മച്ചന്മാർക്ക് ആരെങ്കിലും വന്നിട്ട് ഇനി സ്വീപ്പാകാതെ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോകുമ്പോൾ ഒരു ഇഷ്ടിക ചൂള ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല കേട്ടോ. ആ ഇഷ്ടിക ചൂളിൻ്റെ അതാ കാണുന്ന അവിടെ, ഇവിടുന്ന് കാണില്ല. ഇപ്പം നമ്മൾ അതാ പോരുമ്പോൾ നേരത്തെ കണ്ടത് ആ വീടാണ് അവിടെ കാണും കേട്ടോ. ആ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കയറിയിട്ട് ഇങ്ങോട്ട് ഇടതുഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറി പോകുന്നതാണ് ഈ വഴി. കലായി ചാടണം. ഈ വഴിക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. എവിടെ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ക്രോസ് ചെയ്ത് കയറാം. അതെന്താ വെച്ചാൽ അവിടെ തോടുണ്ട്, ആ തോടിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പം അത് ആവാതിരിക്കാൻ അങ്ങനെ പോണത്. വെയിലൊന്നും മങ്ങിട്ടോ, അതാണ് കളർ കുറവ്. ഇനി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. അടിക്കടിക്ക് വണ്ടി ഉണ്ടാവും ഇവിടെ, ട്രെയിനുകൾ. ഇപ്പോൾ ഒന്ന് പോയുള്ളത് അവിടുത്തെ പോകണടിക്കണം. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഈ വഴിക്ക് വന്നതല്ല മെച്ചം, തോട് കിടക്കണ്ട എന്നർത്ഥം. ഇവിടുന്നാണ് അന്ന് നമുക്ക് പോയിട്ടത്. കൂനൊന്നുമില്ല മച്ചാന്മാരെ, കൂനൊന്നുമില്ല. പുല്ലാണിപ്പാടെന്ന് പറയാം, അത്രയും പുല്ലാണ്. ഈ പുല്ലിൻ്റെ അടിപൊളി എല്ലാം ഇങ്ങനെ ഉണ്ടാവുക, ഫുള്ള് വള്ളിപ്പുല്ല്, അമ്പടി പുളിസു. ഇതൊരു ടാസ്ക് കേട്ടോ. നേരത്തെ വന്ന വരമ്പിൻ്റെ വരയില്ല ഇവിടുത്തെ വരമ്പ്. ഇവിടുത്തെ വരമ്പ് സ്ലിപ്പ് കൂടുതലാണ്, സ്ലിപ്പർ ഡ്രോസി. ഇവിടെയൊക്കെ പാടത്തുണ്ടല്ലോ, കൂട്ടിക്കഴിഞ്ഞാൽ അവാര മീനാക്കറാം. നമ്മൾ ആ ഇഷ്ടിക ചൂളിൻ്റെ അവിടേക്ക് എത്തി. ഇഷ്ടിക ചൂളിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന വഴിയായി. ഇതാണ് ഇഷ്ടിക ചൂള കേട്ടോ, കാണിച്ചു തരാം. ഈ ഇഷ്ടിക ചൂള ഇങ്ങനെ കണ്ടില്ല എന്നാലും പറയരുത്. പക്ഷെ ചൂള വെച്ചു എന്നല്ലാണ്ട് ആ സാധനം പൊളിച്ചിട്ടോ ഒന്നുമില്ല. ഇതാണ് ഇഷ്ടികൻ്റെ ചൂള. ഗ്യാപ്പിട്ട് ഇങ്ങനെ അടുക്കിയിട്ട് അതിൻ്റെ അടി കൂടി തീ കത്തിക്കാറ് കട്ട. ഇവിടെ 2 കട്ട അടുക്കിയ സ്ഥലമുണ്ട്. ഒന്ന് അടുക്കിയിട്ട് കുറച്ച് പൊളിച്ചിക്കണം, ഒന്നിങ്ങനെ അടുക്കിയിരിക്കുകയാണ്. അത് സംഭവം എന്താ വെച്ചാൽ അറിയില്ല, കുറേ മുമ്പ് അടുക്കി വെച്ചുകൊണ്ട് കണ്ട. ഇതാണ് ഇഷ്ടിക ചൂള. ഇഷ്ടിക ചൂള കണ്ടില്ല എന്നാരും പരാതി പറയരുത്. ഇഷ്ടിക ചൂള കേട്ടത്.
ആ ഇഷ്ടിക കണ്ട ഗ്യാപ്പ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിക്കണു. അത് അടുക്കി വെച്ചിട്ട് പിന്നെ അത് അതിൽ തീ കത്തിക്കും. അപ്പോൾ ഈ കട്ടയ്ക്ക് വേവും. അങ്ങനെ ഇഷ്ടികയാവും.